അങ്ങനെ 3 ദിവസത്തെ പ്രതിഷേധത്തിനൊടുവിൽ ഷിംജിത എന്ന യുവതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കേരള പോലീസിന്റെ വലിയൊരു പരിഗണന അവർക്കുണ്ട് എന്ന ആരോപണങ്ങൾ ഉയരുമ്പോഴും എൻ്റെ ചോദ്യം ഇത് മാത്രമാണ്. അതായത് യദു എത്രത്തോളമാണ് ദീപക് എന്ന യുവാവിന് ഇവിടെ നീതി ലഭിക്കുന്നത്, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആ ഒരു നീതി നടപ്പാക്കാൻ സാധിക്കുമോ? എന്താണ് ഇതിനകത്ത് യദുവിന് പറയാനുള്ളത്? രേഷ്മ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. അതായത് ഇപ്പോഴത്തെ പോലീസിൻ്റെ നടപടികളും ഇടപെടലുകളും ഒക്കെ കാണുമ്പോൾ ദീപകിന് പൂർണ്ണമായി നീതി കിട്ടുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളും ആശങ്കകളുമുണ്ട്. കാരണം ഈ യുവതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് 14 ദിവസത്തേക്ക് കോടതിയിലേക്ക് റിമാൻഡ് ചെയ്തുവെങ്കിലും ഈ ഒരു പ്രാഥമികമായ നടപടിക്കപ്പുറം പോലീസ് ഈ കേസിൽ എത്രത്തോളം ആ യുവാവിൻ്റെ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയങ്ങളുണ്ട്. കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഒരു VVIP പരിഗണന ഷിംജിതയ്ക്ക് നൽകുന്നുണ്ട് പോലീസ് എന്ന ആരോപണങ്ങൾ ശക്തമാണ്. ഇന്ന് പോലും നമ്മൾ കണ്ടതാണ്. കാരണം ഈ യുവതിയെ രാവിലെ 10:30 കസ്റ്റഡിയിലെടുത്താണ് പോലീസ്. അതിനുശേഷം ആ മെഡിക്കൽ കോളേജ് പോലീസിന്റെ പരിധിയിലല്ലാത്ത മറ്റൊരിടത്ത് കൊണ്ടുപോയിട്ടാണ് ഈ യുവതിയുടെ മെഡിക്കൽ എടുത്തത്. അതും KL 57R 5555 എന്ന് പറയുന്ന ഒരു സ്വകാര്യ കാർ. ആ കാർ എന്ന് പറയുന്നത് ഒരു വെള്ള നിറത്തിലുള്ള i20 ഹ്യുണ്ടായി i20യുടെ ഒരു കാറാണ്. ഹ്യുണ്ടായി i20 കാറാണ്. ഈ കാറിന്റെ ഉടമ എന്ന് പറയുന്നത് ആ സ്റ്റേഷനിലെ ഒരു SI ആണ്. അപ്പോൾ ഈ SIയുടെ ഒരു കാറിൽ, സ്വകാര്യ കാറിൽ പർദ്ദയിടിച്ച് ഈ പെണ്ണ് ആരാണെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറാകണം. ഇപ്പൊ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, മാധ്യമങ്ങൾ വരും, അല്ലെങ്കിൽ ജനങ്ങൾ തടിച്ചുകൂടും എന്നൊക്കെയാണ് മറുപടിയെങ്കിൽ അത് പോലീസ് കയ്യിൽ വെച്ചാൽ മതി. കാരണം ഇവിടെ എല്ലാ ജനങ്ങളെയും, സാധാരണക്കാരായിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രധാനികളായിട്ടുള്ളതോ ആരുമാണെങ്കിലും ഈ പ്രതികളെ ഇങ്ങനെയൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് ജീപ്പിൽ പോലീസിന്റെ സന്നാഹങ്ങളോട് കൂടി തന്നെയാണ് ഈ ആളുകളെ കൊണ്ടുപോകാറുള്ളത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. അയാളെ മെഡിക്കലിന് കൊണ്ടുപോയപ്പോൾ 2-3 ബസ്സിൽ പോലീസ് ഒപ്പമുണ്ടായിരുന്നു. പലയിടങ്ങളിലും വലിയ പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് അയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മെഡിക്കലിന് കൊണ്ടുപോകുന്നത്. ഏറ്റവും ഒടുവിൽ വന്നൊരു കേസ് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മറ്റെല്ലാ കേസുകളിലും പ്രതികളായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുന്നതും കോടതിയിൽ കൊണ്ടുപോകുന്നതും ഒക്കെ. പക്ഷെ ഇവിടെ മാത്രം പരിപൂർണ രഹസ്യമായിട്ട് ആരെയും അറിയിക്കാതെ അവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെയൊക്കെ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് രാവിലെ 10:00 ഈ യുവതി കസ്റ്റഡിയിലായി എന്ന വിവരം ഞങ്ങൾക്ക് കിട്ടിയതാണ്. പക്ഷേ ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി SIനെയോ CIനെയോ മുകളിലുള്ള ഉദ്യോഗസ്ഥരെയോ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ മാധ്യമങ്ങളോട് ഈ വിഷയം പങ്കുവെക്കാതിരിക്കേണ്ടതിന്റെ കാര്യം എന്താണ്? അപ്പോൾ ഷിംജിതയെ സംരക്ഷിക്കണം. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന അതേ പരിഗണന മാത്രമേ ഏതൊരു കേസിലും പ്രതിക്ക് കൊടുക്കാൻ പാടുള്ളൂ. എല്ലാ കേസിലെയും പ്രതികളെ ഒരുപോലെ പോലീസ് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ കേസിലും എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കണം. ഒരേ കേസിലെ പല പ്രതികളെ ഒരേ രീതിയിൽ ശിക്ഷിക്കണം. അപ്പോൾ അതൊന്നും ഇവിടെ നടപ്പായിട്ടില്ല. ഇവിടെ ഒരു പരിപൂർണമായ VIP പരിഗണനയാണ് ഷിംജിതയ്ക്ക് കിട്ടുന്നത്. AC കാറിൽ പോലീസുകാരുടെ സുരക്ഷയോടുകൂടി സ്വന്തം മുഖം പോലും പുറത്ത് കാണിക്കേണ്ട, പർദ്ദയൊക്കെ ഇട്ട് മുഖമൊക്കെ മറച്ച് ആരെയും കാണിക്കാതെ മൂടിക്കെട്ടി കൊണ്ടുപോകാണ്. അപ്പം അതിനുശേഷം ഇത് വലിയ തോതിൽ പ്രതിഷേധത്തിന് കാരണമായപ്പോൾ മാധ്യമങ്ങളെ ഇവർ കസ്റ്റഡിയിലായി എന്ന വാർത്ത പൊട്ടിക്കുന്നത് വൈകിട്ടാണ്. അപ്പം അത്രയും സമയം ഇവർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ആ സമയത്ത് ആരെയും അറിയിക്കാതെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഇവർക്ക് ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു പദ്ധതിയാണോ പോലീസ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഫൗൾ പ്ലേ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നോ? അതിന്റെ ഭാഗമായിട്ടാണോ പോലീസ് ഔദ്യോഗിക വാഹനങ്ങൾ ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിൽ ഈ യുവതിയെ കൊണ്ടു നടന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതോടെ സ്വകാര്യ വാഹനമാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതോടുകൂടി പിന്നെ കോടതിയിലേക്ക് വന്നപ്പോൾ പോലീസ് വാഹനത്തിലാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് ഈ സ്ക്രിപ്റ്റ് പൊളിഞ്ഞതിനെ തുടർന്ന് പോലീസ് ഗതികേട് കൊണ്ട് ചെയ്തതാണോ എന്നുള്ളതും അന്വേഷിക്കേണ്ടത്. അപ്പോൾ പ്രാഥമികമായിട്ട് ഈ യുവതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നുള്ളത് ദീപക്കിന് വേണ്ടി നിലകൊള്ളുന്ന സകല മലയാളികൾക്കും സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും ഇവിടെ കൊണ്ട് ഈ വിഷയം തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് പോലീസ് തന്നെ ഒരു VIP പരിഗണന കൊടുക്കുന്നു. പോലീസ് തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു. സഹായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിന്റെ തുടക്കം മുതൽ ഷിംജിതയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് പോലീസ് ഇടപെട്ടിട്ടുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ഈ വീഡിയോ വൈറലായി ദീപക് ആത്മഹത്യ ചെയ്തതിന് ശേഷം
ഈ യുവതിയെ ഉടൻ തന്നെ പിടികൂടേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ടായിരുന്നു. കാരണം ഈ വീഡിയോയെ തുടർന്നാണ് ഈ യുവതി ആത്മഹത്യ ചെയ്തത് എന്ന് ദീപകിൻ്റെ വീട്ടുകാർ പറയുന്നു, സുഹൃത്തുക്കൾ പറയുന്നു, അവസാനമായി സംസാരിച്ചവർ പറയുന്നു. അങ്ങനെ സകല ആളുകളും പറയുമ്പോൾ ഈ യുവതിക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട് എന്നും ഇവരെ പിടികൂടേണ്ടതാണ് എന്നും ഇവർക്കെതിരെ പരാതി ഉണ്ടാകുമെന്നും പോലീസിന് അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ പോലീസ് മനഃപൂർവ്വം നിശബ്ദത പാലിച്ചു. ഷിംജിത ആ ഗ്യാപ്പിൽ ഒളിവിൽ പോയി. ഒളിവിൽ പോയത് വിദേശത്തേക്കാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ഈ 3 ദിവസം ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കഴിയുകയായിരുന്നു. ഇവരെ പിടികൂടാനായിട്ട് പോലീസിന് ഇത്രയും കാലതാമസം വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാകും തീർച്ചയായിട്ടും. അതായത് ഇത്ര വലിയ പ്രതിഷേധം നടക്കുകയാണ്, വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് പിടികൂടേണ്ട അതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇത്തരം പ്രമാദമായ കേസുകളിൽ പോലീസിന് വലിയ സമ്മർദ്ദമുണ്ടാകും, എത്രയും പെട്ടെന്ന് പിടികൂടേണ്ടി വരും. പക്ഷേ ഇവിടെ പോലീസ് അത്തരത്തിൽ നീങ്ങിയില്ല. പോലീസ് നിശബ്ദമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവതിയെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്യാതെ ഇത്രയും ദിവസം ഇരുന്നു. പക്ഷേ അപ്പോഴേക്കും ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി, ഇവരുടെ വീട്ടുകാരുടെ പ്രതിഷേധം, ദീപകിൻ്റെ വീട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി. അങ്ങനെ വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായപ്പോൾ മാത്രമാണ് പോലീസ് ഷിംജിതയെ അറസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. അപ്പോൾ ഒരു വലിയ സെറ്റപ്പാണ് ഷിംജിതയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഇത്തരത്തിലൊരു വകുപ്പ് കേസിൽ ഉൾപ്പെടുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ പിടികൂടാൻ പോലീസിന് സാധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പോലീസ് അത് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ അതെ, ഇവിടെ ആണെങ്കിൽ ഷിംജിത എന്നൊരു സ്ത്രീ അവർ സംരക്ഷിക്കുമ്പോൾ അപ്പുറത്ത് ഒരു സൈഡിന് മറ്റൊരു സ്ത്രീ ഉണ്ട്, വേറെ ആരുമല്ല, ദീപകിന്റെ അമ്മ. അവർക്ക് എവിടെയാണ് ആ ഒരു നീതി പൂർണ്ണമായിട്ട് ലഭിക്കുന്നത്? അപ്പോൾ അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതല്ലേ? പക്ഷെ അവിടെ പരിഗണിക്കുന്നതിന് പകരം ഇവിടെ ഷിംജിത മാത്രമായി ഒരു പരിഗണിക്കപ്പെട്ട് വലിയൊരു ഗൂഢാലോചനയിൽ നിന്നുകൊണ്ട് അവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്കാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 ദിവസം റിമാൻഡ് ചെയ്തെങ്കിലും ഇനി എപ്പം വേണമെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങാം എന്നുള്ളൊരു സ്ഥിതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് നീങ്ങുന്നത്. കാരണം അത്രയേറെ സുരക്ഷ അവർക്കുണ്ട്. സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന പ്രിവിലേജുകൾ ഇപ്പൊ നോക്കുക. തുടക്കം മുതലേ ഈ കേസിൽ ഈ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ഷിംജിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ദീപക് എന്ന ചെറുപ്പക്കാരൻ ഈ വീഡിയോ പുറത്തു വന്ന ദിവസം മുതൽ അയാൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, അതായത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മാനാഭിമാനം ഇല്ലാതായി അയാൾ തെരുവിലൂടെ അലയുകയാണ്, അത്രയും കടുത്ത വിഷമത്തിൽ. മറിച്ച് ഷിംജിത നോക്കുക, ആദ്യം നിന്നുകൊണ്ട് ഒരു വീഡിയോ ബസ്സിലിരുന്ന് പോസ്റ്റ് ചെയ്യുന്നു, ജനങ്ങൾ പച്ച ചീത്ത വിളിക്കുന്നു, ഇത് ഫേക്ക് വീഡിയോ ആണ്, റീൽസിന് വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വ്യാജ വീഡിയോ ആണെന്ന് അടക്കം ജനങ്ങൾ പറഞ്ഞപ്പോൾ ഷിംജിത ഒരു കൂസലുമില്ലാതെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ട് ഈ ദീപക് എന്ന ചെറുപ്പക്കാരനെ കീറി മുറിക്കുന്ന വിധത്തിൽ നിരവധി പ്രസ്താവനകൾ നടത്തുകയാണ്. അതിനുള്ള പ്രിവിലേജ് ആ ചെറുപ്പക്കാരിക്ക് അല്ലെങ്കിൽ ആ യുവതിക്ക് ഇവിടെ കിട്ടി. പക്ഷേ നേരെ ഒരു പുരുഷനാണെങ്കിൽ ഇത് കിട്ടില്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീക്കെതിരെ ഒരു വ്യാജ വീഡിയോ ചെയ്തു, ആ നിമിഷം പോലീസ് അയാളെ പൊക്കി. എന്തുകൊണ്ടാണ് നേരെ തിരിച്ചുണ്ടാകാത്തതെന്ന് ആ ചോദ്യം ആദ്യം മുതലുണ്ട്. പോട്ടെ, ദീപക് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിന് ശേഷം ഷിംജിതയ്ക്ക് രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുറ്റം തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപകരണം എന്ന് പറയുന്നത് ഷിംജിത ഈ വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ടുള്ള മൊബൈലാണ്. ഈ മൊബൈലിലെ ഡാറ്റകൾ മുഴുവൻ ഇറേസ് ചെയ്യാനോ ആ മൊബൈൽ തന്നെ നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ ആ മൊബൈൽ ഇനി കിട്ടിയാലും പോലീസിന് അതിൽ നിന്നൊന്നും കിട്ടാത്ത വിധത്തിൽ സാങ്കേതികമായി അതിനെ നശിപ്പിച്ച് കളയാനോ ഒക്കെയുള്ള സമയം ഷിംജിതയ്ക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആയുധം എന്ന് പറയുന്നത്, അതായത് പ്രതിയായിട്ടുള്ള ആൾക്കെതിരെ കുറ്റം തെളിയിക്കാനുള്ള സൈബർ കേസുകളിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. ഒരുപക്ഷെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും വിഷ്വൽ അപ്ലോഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ മൊബൈൽ ഫോണിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പിടിച്ചെടുക്കുകയും അതിലെ വിവരങ്ങൾ മുഴുവൻ അൺഎഡിറ്റഡ് വീഡിയോ അടക്കം കൃത്യമായി ശേഖരിച്ചെങ്കിൽ മാത്രമേ പോലീസിന് ഷിംജിതയ്ക്കെതിരെ ഫലപ്രദമായ കുറ്റപത്രം കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഈ 3 ദിവസം എന്ന് പറയുന്നത് ഷിംജിത ഒളിവിൽ കഴിഞ്ഞ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഡിജിറ്റൽ എവിഡൻസുകൾ അത് നശിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ടോ, നശിപ്പിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. അതിനുവേണ്ടി ബോധപൂർവം പോലീസ് ഷിംജിതയ്ക്ക് സാവകാശം കൊടുത്തതാണോ എന്ന് പോലും സംശയങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് വളരെ ദുർബലമായ വകുപ്പുകൾ പ്രകാരമാണ്. ഷിംജിതയ്ക്കെതിരെ പരാതി കൊടുക്കുന്ന ദീപകിന്റെ വീട്ടിലെത്തിയ പോലീസുകാർ ആദ്യം വളരെ മോശമായിട്ടാണ്
അവിടെ സംസാരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മഹത്യാ കുറിപ്പുണ്ടോ, ദീപകിന്റെ ആത്മഹത്യാ കുറിപ്പുണ്ടോ, ഈ യുവതിയാണ് ഇതിന് കാരണക്കാരി എന്ന് തെളിയിക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആ വീട്ടുകാരോടും ഒപ്പമുള്ളവരോടും ചോദിക്കുകയാണെന്നേ. അത്രയും അധമമായ രീതിയിലാണ് പോലീസ് ആദ്യം ഇടപെട്ടത്. പക്ഷെ പിന്നീട് പ്രതിഷേധങ്ങൾ രൂക്ഷമായപ്പോൾ പോലീസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഇതിലേക്ക് ഇടപെടാതെ രക്ഷയില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് പോലീസ് ഇതിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളുടെ അവസ്ഥ അതാണ്. ആദ്യഘട്ടത്തിൽ ഷിംജിതയുടെ പേര് പോലും പറയാൻ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല. ഈ യുവാവ് ആത്മഹത്യ ചെയ്തു, ഒരു യുവതി തയ്യാറാക്കിയ വീഡിയോയെ തുടർന്നാണ് ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് ഈ ഷിംജിതയെ വല്ലാതെ സംരക്ഷിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോയത്. ഒടുവിൽ സോഷ്യൽ മീഡിയ ശക്തമായി ഇടപെട്ട് ഗതികെട്ട അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ദീപക്കിന് അനുകൂലമായി ഇറങ്ങിയത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രയും സമയം അല്ലെങ്കിൽ ഇത്രയും നേരം ഇക്കാലം അത്രയും ഷിംജിതയ്ക്ക് വലിയ പ്രിവിലേജ് കിട്ടിയിരുന്നു. അതുതന്നെയാണ് പോലീസ് കസ്റ്റഡിയിലായിരുന്ന സമയത്തും ഷിംജിതയ്ക്ക് ലഭ്യമായത്. അതായത് മെഡിക്കൽ എടുക്കാൻ പോകുമ്പോൾ അതിൽ ഭയങ്കരമായ സ്വകാര്യത സൂക്ഷിക്കുന്നു, സ്വകാര്യ വാഹനം കൊടുക്കുന്നു, എസ്കോർട്ടിന് വേറെ പോലീസ് വണ്ടി അപ്പുറത്തൂടി വരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഷിംജിതയെ രക്ഷിച്ചെടുക്കാനുള്ള ദുർബലമായ ഒരു FIR ഇട്ട് മജിസ്ട്രേറ്റ് മുന്നിൽ രഹസ്യമായി ഹാജരാക്കി സ്റ്റേഷൻ ജാമ്യമോ അല്ലെങ്കിൽ ആൾ ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഷിംജിതയെ വിട്ടയക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടന്നിരുന്നോ എന്നുള്ളത് സംശയിക്കേണ്ടതാണ്. എന്തായാലും ഷിംജിത എന്ന് പറയുന്നത് ചെറിയ പുള്ളിയല്ല, വലിയ സെറ്റപ്പുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇത്രയധികം സംരക്ഷണം അല്ലെങ്കിൽ പ്രിവിലേജുകൾ തുടർച്ചയായി ലഭിക്കുന്ന സാഹചര്യത്തിൽ ദീപക്കിന് എത്രത്തോളം നീതി കിട്ടുമെന്ന് കണ്ടറിയുക തന്നെ വേണമെന്ന് എനിക്ക് പറയാം. ഈ ഒരു അവസരത്തിൽ രാഹുൽ ഈശ്വറിന്റെ കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അന്ന് തള്ളിക്കളഞ്ഞു, ഇപ്പോൾ അത് സ്വീകരിക്കുന്ന ഒരു നിലയിലേക്ക് പോയി. ഇതിൽ എന്താണ് യേതുവിന് തോന്നുന്നത്? ഇതിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ പറഞ്ഞതെല്ലാം സത്യമായി വരിക എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ തുടക്കത്തിലൊക്കെ പല കേസുകളിലും ഇത്തരം പുരുഷ കമ്മീഷൻ ഇവിടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് പലരും അദ്ദേഹത്തെ പുച്ഛിച്ചിരുന്നു, പലരും അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ കടന്നാക്രമിച്ചിരുന്നു. അദ്ദേഹം സെൽഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി നടപ്പാക്കുന്ന നാടകമാണ് ഇത്തരം വാദങ്ങൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ രാഹുൽ ഈശ്വറിനൊപ്പമാണ്. ഏതൊരു പുരുഷനെയും കൊടുക്കാൻ ഏതൊരു സ്ത്രീക്കും ഒരു വീഡിയോയോ ഒരു പരാതിയോ ഒരു മെസ്സേജോ ഒക്കെ മതി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പരാതി കൊടുക്കുന്ന സ്ത്രീകളെല്ലാം കള്ളപ്പരാതികളാണ് കൊടുക്കുന്നതെന്നല്ല, പക്ഷേ കള്ളപ്പരാതികൾ കൊടുത്ത് കള്ള വീഡിയോകൾ സൃഷ്ടിച്ച് കള്ളക്കഥകൾ മെനഞ്ഞ് പുരുഷന്മാരുടെ ജീവിതം തകർക്കാനും ഇല്ലാതാക്കാനും സ്ത്രീകൾക്ക് കഴിയും എന്ന നടുക്കുന്ന യാഥാർത്ഥ്യം ഈ ദീപകിൻ്റെ ആത്മഹത്യയിലൂടെ കേരളം നടുക്കത്തോടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന് ഇവിടെ വലിയ പ്രസക്തി ഉണ്ടാവുകയാണ്. ആ അമ്മയുടെ കണ്ണീര് തുടയ്ക്കാൻ, ആ കുടുംബത്തിൻ്റെ കണ്ണീര് തുടയ്ക്കാൻ രാഹുൽ ഈശ്വർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ കയ്യടി അർഹിക്കുന്ന കാര്യമാണ്, ആശ്വാസകരമായ കാര്യമാണ്. എന്ന് ആലോചിച്ച് നോക്കുക, ആ പുരുഷന് വേണ്ടി സംസാരിക്കാൻ, ദീപക്കിന് വേണ്ടി സംസാരിക്കാൻ തുടക്കം മുതലേ എല്ലാ ചാനലുകളിലും തൻ്റെ ഫലപ്രദമായ സമയം അല്ലെങ്കിൽ വിലപ്പെട്ട സമയം കളഞ്ഞ് ഓടി നടന്നത് രാഹുൽ ഈശ്വറാണ്. ഈ കേസിൽ നിയമപരമായി കടുത്ത നടപടികൾ വേണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് രാഹുൽ ഈശ്വറാണ്. ഇതിൽ ഏതൊക്കെ തരത്തിൽ FIRകൾ ഇടണം, ഏതൊക്കെ രീതിയിൽ നിയമപരമായി കോടതിയിൽ ഈ കേസിൽ ഇടപെടൽ നടത്തണം, ആ യുവതിക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഏതൊക്കെ വഴിക്ക് പോകണം, എങ്ങനെ പരാതി നൽകണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ രാഹുൽ ഈശ്വർ നിതാന്തമായി ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് രാഹുൽ ഈശ്വർ വലിയൊരു ആശ്വാസമാണ്. 3 ലക്ഷത്തിൽ പരം രൂപ സാമ്പത്തികമായിട്ട് രാഹുൽ ഈശ്വർ ആ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് സർക്കാർ ഇതുവരെ ആ കുടുംബത്തിന് സഹായം പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം പല കേസുകളിലും ഇല്ലാതാകുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ ഒക്കെ സർക്കാർ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വറിന് ജനങ്ങൾ കൈയടിക്കുന്നതിനൊപ്പം തന്നെ സർക്കാർ ഈ കുടുംബത്തെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഇല്ലാതായത്. അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമായ മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മാർഗ്ഗമാണ്, ആ കുടുംബത്തിൻ്റെ വരുമാന മാർഗ്ഗമാണ് നിലച്ചത്. അതും വലിയ വരുമാനമെന്ന് ഒരു സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എത്ര ശമ്പളം കിട്ടുമെന്ന് ഏകദേശം നമുക്കറിയാം. അപ്പോൾ അത്രയും തുച്ഛമായൊരു വരുമാനത്തിൻ്റെ ബലത്തിൽ ജീവിച്ചു പോയൊരു കുടുംബമാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായും പിന്തുണ ആവശ്യമാണ്. ഈ കേസിൻ്റെ കാര്യത്തിൽ ആ നിലയിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഇനി സുരക്ഷിതമായി മുന്നോട്ട് പോകാനുള്ള സഹായങ്ങൾ സർക്കാർ നൽകേണ്ടതുണ്ട്. ഇതിനൊക്കെ രാഹുൽ ഈശ്വർ പിന്നാലെ ഉണ്ട്. അവരുടെ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു മിഷൻ, ഇതിനുവേണ്ടി അവർ മുഴുവൻ സമയവും രംഗത്തുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന മൂവ്മെന്റ് അതിശക്തമായി വരും എന്നുള്ളതും നമ്മൾ കാണണം. രേഷ്മ.